നമ്മളെപ്പോഴും പോസിറ്റീവ്, ബി പോസിറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ്. അടിപൊളിയാണ് ഗൈസ് ഇവിടെ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തും ഇതൊക്കെ എൻജോയ് ചെയ്ത ഒരു സാധാരണ മലയാളി എന്നും ഈവനിങ് എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ഫ്രീ ആയി ഗായ്സ്. ഓ മൈ ഗാഡ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. അതായത് രാവിലെ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സോ ബൈ ദ ബൈ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ രാവിലെ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് സുഹൃത്തുക്കളെ. ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് മാർക്കറ്റിൽ പോയിട്ട് കാര്യമില്ല, ഷോപ്പെല്ലാം ക്ലോസ് ആയിരിക്കും. അധികം ആയിട്ടുള്ള ഷോപ്പുകളെല്ലാം ക്ലോസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വർക്ക് ബേസാണ് ഞാൻ പറയുന്നത് തന്നെ. 2-3 ദിവസമായിട്ട് ഫുള്ള് തിരക്കായിരുന്നു. അറിയാലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോയിൽ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ റൂമിൽ പോവുക, ഒന്ന് ഫ്രഷ് ആവുക, മാർക്കറ്റിൽ പോവുക, കുറച്ച് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യുക. അപ്പം ഈ മാസം ഒരു 50% അറൗണ്ട് ആയി എൻ്റെ സെയില്. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, അതാണ് കുറേ വീഡിയോ ഡിലേ ആയത് തന്നെ. നാട്ടിൽ പോയിട്ടൊന്ന് ബദ്രിനാഥിലും കേദാർനാഥിലും ഒന്ന് പോവുക, ഇന്ത്യ മൊത്തത്തിൽ ഒന്ന് ട്രിപ്പ് ചെയ്യുക, അപ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ് ആവും. ഇത് മറ്റേ റിലാക്സ് ഇല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഈ ജോലി പ്രഷർ ആ ഒരു ഇതിലോട്ടായിക്കോ. ഏകദേശം ഞാൻ ഇടയ്ക്ക് എപ്പോൾ പോയ ഒരു 2 വർഷം മുന്നേ ഒരു 10 ഡേയ്സിന് പോയതാണ്. അതിന് ശേഷം പോയിട്ടൊന്നുമില്ല ലീവിന്. അതിൻ്റെതായിട്ടുള്ള നാട്ടിൽ പിന്നെ ഒരുപാട് ഡിസ്റ്റൻസും ആയി തുടങ്ങി. ഡിസ്റ്റൻസ് മീൻസ് ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് പോയി. പിന്നെ അവിടെ എന്താണ് നടക്കണേന്ന് പോലും അറിയില്ല. 1 ഇയർ വെച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലുള്ളവരായിട്ടെങ്കിലും കണക്ഷൻ ഉണ്ടാവും. പിന്നെ നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നിട്ട് പുറത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വരാം സുഹൃത്തുക്കളെ. ഇന്നൊരു വീക്കെൻഡ് ദിവസം ആവാൻ പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷയില്ലാത്ത സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാം. തൽക്കാലം ഒരു സാൻഡ്വിച്ച് വല്ലതും കഴിക്കാം. എന്നിട്ട് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോവാം. പിന്നെ എങ്ങോട്ട് പോകുമെന്നാണ് ഒരു പ്ലാൻ ഇല്ലാതെ രാവിലെ ഇറങ്ങണേ. ഏത് സൈഡിലോട്ട് പോകുന്നൊരു കൺഫ്യൂഷൻ തന്നെ. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് പുറത്തു പോകാൻ പറ്റാത്തത് എനിക്ക്. പിന്നെ ഈ പുറത്ത് പോകുമ്പോൾ മടി, അമ്മാതിരി ചൂട്. നമ്മൾ നല്ല കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഴുകി മറ്റേ ഈ പറഞ്ഞ പുഴുക്കണ കണക്കത്തെ ചൂടാണ്. വിയർത്ത് പണ്ടാരാവും, നമ്മളെ എനർജി ഫുള്ള് പോകും. പിന്നെ ഈ ചൂടത്ത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നല്ല വെള്ളം കുടിക്കുക. ഇവിടെ ഉള്ളവർ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു വീട്ടിൽ വെള്ളം കൊണ്ടാണ് ഇറങ്ങണത്, അല്ലെങ്കിൽ പടാവും നമ്മള്. ആണ് അതിന്റെ പ്രശ്നം. മെയിനായിട്ട് അതാണ് ഇപ്പം വലുതായിട്ട് പുറത്തൊന്നും പോവാത്ത. നിങ്ങൾക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും കാണിച്ചു തരണമെന്ന് വിചാരിച്ചാൽ തന്നെ ഇതാണ് അവസ്ഥ. ചൂട് സമയത്ത് പുറത്തിറങ്ങണ കുറവാണ്. ഇപ്പോൾ വർക്കിന് പോവും, പിന്നെ തിരിച്ചു വരും റൂമിൽ തന്നെ. വേറെ ഒരു പരിപാടിയില്ല എൻ്റെ. അതാണ് മെയിൻ. ഇടയ്ക്കിടയ്ക്ക് താഴെ വന്ന് വീഴും. ഇവിടെ ക്യാമറ ഞാൻ എന്താ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴും. ഞാൻ വീണ്ടും എടുത്ത് വയ്ക്കും, താഴെ വീഴും, എടുത്ത് വയ്ക്കും, താഴെ വീഴും, എടുത്ത് വയ്ക്കും, താഴെ വീഴും. അതാണ്. സോ ബൈ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങുക. അതാണ് നമ്മുടെ കഫ്തേരിയ. നമ്മുടെ ചെക്കന്മാട ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിർഹംസിന് നമുക്ക് മറ്റേ ഏത് സാൻഡ്വിച്ച് കിട്ടും. നല്ല പൊറോട്ടയിൽ ചിക്കൻ സാൻഡ്വിച്ച് കിട്ടും, അതുപോലെ തന്നെ എഗ് സാൻഡ്വിച്ച് കിട്ടും. ഞാൻ ചിക്കൻ കഴിക്കും, എനിക്ക് എഗ്ഗും കഴിക്കാറുണ്ട്. സോ എനിക്കിഷ്ടം ചിക്കനാണ്. അപ്പോൾ ഈ എഗ്ഗിൽ പൊറോട്ട ഇങ്ങനെ വെച്ചിട്ട് എഗ്ഗിന് ചിക്കൻ ഈ ഒരുമാതിരി ചില്ലി കണക്കത്തെ ചിക്കൻ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സോസ് കഴിച്ച് പിന്നെ ഒമാൻ ചിപ്സ് ഇടും. ഒമാൻ ചിപ്സ് ഇടുമ്പോൾ യാ മോനെ നല്ല ടേസ്റ്റിയാണ്. എനക്കൊരു സാൻഡ്വിച്ച് ഇതാണ് ചിക്കൻ പൊറോട്ട കുബൂസിൽ മതി. കുബൂസിൽ മതി. ചിക്കൻ
നമ്മളങ്ങനെ ചിക്കൻ പറഞ്ഞു. ഇപ്പുറത്തെ ഗ്ലാസ് കംപ്ലൈൻ്റാ. കുറേ അവസായി പറയുന്ന കമ്പനിയോട് മാറ്റാൻ. ഇത് ഓപ്പൺ ആവില്ല, അത് കംപ്ലൈൻ്റ് ആയി. പഴയ വണ്ടിയുടെ 2026 വണ്ടിയാ. 26 അല്ല, 2006 വണ്ടി. 26 അല്ല, സോറി, 2006 മോഡൽ വണ്ടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെതായുള്ള പഴക്കം ചെന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പക്ഷെ അടിപൊളിയാ ഇത്. കുറച്ചൊക്കെ മിനിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. എടാ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ ഒരു 5 ഇയേഴ്സ് 6 ഇയേഴ്സ് എടുത്ത് എന്നെ തന്നെ മനസ്സിലാക്കാൻ, എനക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാൻ 6 ഇയേഴ്സ് എടുത്ത്. ആ ആവശ്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് എന്താണ് ആവശ്യം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇതല്ലേ കാര്യമല്ല. അങ്ങും ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അന്നുള്ള ചിലവ്, ഈ പ്രശ്നങ്ങളും ചിലവൊക്കെ സെയിം ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, നമ്മളെ ജീവിതം മനോഹരമാക്കുക സുഹൃത്തുക്കളെ. അതാണ് ചെയ്യേണ്ടത്. പുറത്ത് നല്ല ചൂടും കൂടിയാണ്. 51 അങ്ങനത്തെ ഡിഗ്രി ഉണ്ട് ഇപ്പോൾ ഇന്ന്. 51 ഡിഗ്രി. ചെറിയ കാലയളവ് അല്ല, ചെറിയ കാർഡ് ചെറിയ ടൈമല്ല, ടൈമില് ചെറിയ ചൂടല്ല. കുബൂസിലാണ് നല്ലത്. പൊറോട്ടയിൽ കഴിക്കും ഞാൻ. കുറച്ച് പൊറോട്ട കഴിക്കില്ല അങ്ങനെ, ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും. ഭാരിച്ച പണിയൊന്നും അല്ലാത്തതുകൊണ്ട് ദഹിക്കണ്ടേ, അതുകൊണ്ടാ. ഇതാണ് സാധനം, ഇതാണ് കുബൂസ്. ചൂട് അമ്മ എന്താ ചൂട് സാധനം, നല്ല ചൂട്. വാ പൊള്ളിപ്പോ ഇത്രയ്ക്ക് ചൂട്. തണുപ്പിച്ച് കഴിക്കാം. നല്ല ചൂടുണ്ട്, ഞാൻ കഴിച്ചിട്ടാ. ഇവിടെ നമുക്ക് ഇറങ്ങാം. ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് മറ്റേ ഒരു ബ്ലാക്ക് കോഫിയും 2 എഗ്ഗും കഴിക്കും കേട്ടോ. അത് പോയിട്ട് വന്നിട്ട് ഇതേപോലെ ഫുഡ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെയാണ്. ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എന്തു പറയാ, ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണില്ല. എന്നെ കൊണ്ട് കഴിയില്ല, ബാക്കി ഇവിടെ ഉള്ളവർക്ക് കൊണ്ട് പറ്റുമായിരിക്കാം. ഫോളോ അപ്പ് ചെയ്യണം. ഈ ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളു. കാരണം ഫാറ്റ് കുറയല്ലേ, ഇത് കൂടി വീർക്കണം തോന്നുന്നു. വെയിറ്റ് കുറയണേ ഇല്ല. നമ്മുടെ ജെറ്റ്കോർ കമ്പനി കണ്ടോ നിങ്ങൾ? നേരെ നമുക്ക് കസ്റ്റമറിന്റെ അടുത്ത് വിസിറ്റ് ചെയ്യാം. നേരെ കസ്റ്റമറിന്റെ അടുത്ത് എത്തി. ഇതിന്റെ അപ്പോ പിന്നെ എല്ലാം വന്ന് നിങ്ങളോട് മാത്രമാണ് ഞാൻ സത്യസന്ധമായിട്ട് എല്ലാം പറയണം. എൻ്റെ കൂടെ നടക്കണവർക്ക് പോലും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അതാണ്, കൂടെ നടക്കുന്നവർക്ക് പോലും അറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം ഉള്ള ആൾക്കാർക്ക് അറിയാം എൻ്റെ കാര്യങ്ങൾ. സത്യസന്ധമായിട്ടാണ് ഞാൻ വന്ന് പറയണല്ല. സോ ആണ് എൻ്റെ കസ്റ്റമർ. ഞാൻ ഇവനെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കണം. ഇനിയിപ്പോൾ ടാർഗറ്റ് ഒരു 10-20% കൂടി മതി. ബാക്കിയെല്ലാം നമ്മൾ അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് ഈ മാസം. ഇപ്പോൾ ഇവിടെ ആരുമില്ല, അവനങ്ങണ്ട പുറത്തു പോയി തോന്നുന്നു. ഇതറേ ആറേ ആറേ എക്സലൻസ്. ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, മറ്റേ ഇത് സ്പ്രേ പെയിൻ്റ്. അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിരുന്നു വന്നേ. രാവിലെ തന്നെ പണിമുക്കിയമ്പിയിലേ. ആള് ഇവിടെ ഇല്ല, അവനില്ല ഇവിടെ. ഓ നയ്യാനാ ഇധർ
वो आदमी दूसरा एक बंदा है ना, वो नहीं, यही ऑर्डर देगा। आप किधर काम कर रहे हैं? इधर काम करते हैं, इधर? रील्स बनाते हैं। हाँ, वीडियो में आएगा यूट्यूब में। आप आपका नाम? शौकत अंसारी। अंसारी। किधर है आप? यूपी, यस, उत्तर प्रदेश। उत्तर प्रदेश। आपका नाम क्या बोला? शौकत अंसारी। शंकर शौकत शौकत अंसारी। अंसारी। वो अंसारी आपका कल्चर का। वो मेरा एक आदमी है, नासिर, नासिर अंसारी। क्या काम करते हैं आप? मैं सेल्स में ऐसा वाला मटेरियल दे रहा है ये लोग को। हम लोग भी परचेस करते हैं काम के लिए, जो छोटा मोटा यूज करते हैं। हाँ ठीक है। अब സോള കൂടി നേരം അവനില്ല, നമ്മളെ നിന്നിട്ട് കാര്യമില്ല, ഓർഡർ കിട്ടൂല, പോസ്റ്റാവും. ഇപ്പൊ അപ്പുറത്തൊരു കസ്റ്റമറാണ്, ടിന്നർ മാത്രമേ എടുക്കുള്ളൂ. അവനെ കൊണ്ട് കുറച്ച് ടിന്നർ കേട്ടാൽ എന്തെങ്കിലും ഇറക്കി അടിച്ചിടാൻ നോക്കാം. വേറെന്ത് പറയാ ഞാൻ. എത്തൂർ കണ്ടാടേ പുതിയ ഇതൊരു സാധനം ഇവിടെ, അത് ഉളപ്പ സാധനം. അടിപൊളി വീട്ടിലൊക്കെ നോക്കി. ചൈന വണ്ടിയാണ്. ചൈന വണ്ടി, ഈ വണ്ടിയിലേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടി 1 ഇയർ കഴിഞ്ഞ് നമ്മൾ EMI അടച്ചാൽ മതി. അതാണ് വേറൊരു കാര്യം. ഇപ്പൊ എല്ലാരും പുതിയ വണ്ടീസ് ആണ് എടുക്കണം, അതും ചൈന വണ്ടീസ്. ബംസൊക്കെ കിടക്കണൊക്കെ പൊട്ടി അടിച്ച് പടായി. ഇതിന്റെ മറ്റേല ആ സാധനം പോയുടെ ഇതിന്റെ കീഴ് പൊട്ടിപ്പോയി. ഇനിയിപ്പോ കീ കൊണ്ട് തുറക്കണം. രാവിലെ ഭയങ്കര തല ഇറക്കാം. സൈഡില് വണ്ടി പാർക്ക് ചെയ്തിട്ടെ. അങ്ങനെ നിങ്ങൾ മുന്നേ കണ്ടോണ്ടിരുന്ന എന്റെ മാർക്കറ്റ് വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ എന്താ ഈവനിങ് എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ഫ്രീ ആയി ഗായ്സ്. ഓ മൈ ഗാഡ്, എന്താ ഒരു സമാധാനം. ഞാനിപ്പോ നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കണ്ടോ നിങ്ങൾ? എനിക്കിവിടെ ഇങ്ങനെ, ഞാൻ ഇതിലെ ഇങ്ങനെ റോഡിലിങ്ങനെ പൊക്കോണ്ടിരിക്കായിരുന്നു എല്ലാ വണ്ടികളും ഇങ്ങനക്ക്. അപ്പൊ പൊക്കോണ്ട് ഇരുന്നപ്പോ എനിക്ക് ഇതിനകത്ത് കയറണമെന്ന് തോന്നി. സോ നോക്കി നോക്കി, ഓ പൊളിയല്ലേ സ്ഥലം, ശൂന്യമായ സ്ഥലം. നോക്ക്, ശൂന്യമായ സ്ഥലത്ത് എന്റെ വണ്ടി കിടക്കുന്നു. ഓ മൈ ഗാഡ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ രാവിലെയൊക്കെ ഒരുപാട് പേര് ക്രിക്കറ്റ് കളിക്കാനും പിന്നെ അതുപോലെ വേറെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കൂടുതലും ക്രിക്കറ്റ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത് പയ്യന്മാരൊക്കെ. സോ ഗായ്സ് നോക്കിയേ, വണ്ടർഫുൾ ഏരിയ. അതിലേ വണ്ടികൾ പോകുന്നു. ഇവിടെ നോക്കിയേ ഡേ ടു ഡേ കാണാൻ പറ്റുന്നുണ്ട്. ഡേ ടു ഡേ അതിന്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് റാമ്പി ഉണ്ട്. പിന്നെ അത് നോക്കിയേ സ്കെച്ചേഴ്സ് ഉണ്ട്. അത് നോക്കിയേ ബ്രാൻഡ് 4 ഉണ്ട്. അതേപോലെ കുറച്ച് ബ്രാൻഡുകളുണ്ട് സുഹൃത്തുക്കളെ, ബ്രാൻഡുകൾ. തൊട്ടോ കുറച്ചപ്പുറം നോക്കിയേ സിറ്റി സെന്റർ, അജ്മാനിലെ സിറ്റി സെന്ററും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോർണിഷെ ബീച്ചും പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മുടെ വോക്സ് സിനിമാസും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തും ഇതൊക്കെ എൻജോയ് ചെയ്ത ഒരു സാധാരണ മലയാളി എന്നും ഇവിടെ വിട്ട് പോകില്ല ഗൈസ്. അടിപൊളിയാണ് ഗൈസ് ഇവിടെ, അടിപൊളി. കാരണം സ്വന്തം ബിസിനസ്സും സ്വന്തം മറ്റേ ഈ പറഞ്ഞ പോലെ വിസയും സ്വന്തം വണ്ടി പിന്നെ ഈ വരുമാനമൊക്കെ സ്വന്തമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുമ്പോ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ് സാധനം. ആ എനിക്ക് ഇത്രയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മറ്റേ നിങ്ങൾ നോക്കിയേ ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലം കണ്ടപ്പോ അത് ഒരു ഭയങ്കര ഒരു രസം തോന്നി എനിക്ക്. അതാണ് നിങ്ങളെയും കൂടി ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്ത് ഇവിടെ ഒരുപാട് ടെന്റ് അടിച്ചിട്ട് വാക്സിൻ എടുക്കുന്ന സമയവും ഉണ്ടായിരുന്നു കേട്ടോ. സോ അതൊക്കെ ഒരു കാലഘട്ടം. ഇനിയിപ്പോ ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് ഇനിയിപ്പം ഓണം തിരിച്ച്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, നാളെ ലീവാണ്. അപ്പൊ ഇന്നത്തെ രാത്രി ഒരു ആഘോഷവും ആനന്ദവും
മക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ചുറ്റുപാട് എത്ര നെഗറ്റീവ് ആയാലും നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മളെ ചുറ്റുപാടും പോസിറ്റീവ് ആവും സുഹൃത്തുക്കളെ. അതാണ് നമ്മൾ പഠിക്കേണ്ടത് തന്നെ. നമ്മൾ നെഗറ്റീവാണ്, നമ്മളെ പുറം വശവും നെഗറ്റീവ് ആണെങ്കിൽ സോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ്, ബി പോസിറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ്. കാരണം ഒന്നുമില്ലടേ, സിമ്പിൾ. ജനനം മരണം, ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. ജനിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കും. നമ്മൾ ഈ സമ്പാദിക്കുന്നതും ഈ പറഞ്ഞ് ഓടി പീഡിച്ച് ഉണ്ടാക്കുന്ന കാശും ഉണ്ടല്ലോ, ഒന്നും നമ്മൾ മരിക്കുമ്പോ കൊണ്ടുപോകൂല കാശ്. മരിക്കുമ്പം മനസ്സിലായോ? അപ്പൊ ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ആകെ എത്തിപ്പോണുള്ള സമയം, ഇത്ര ഉള്ള സമയം. ഞാൻ ഇപ്പോഴും മറ്റേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചിക്കനായിട്ടാണ് എനിക്കിപ്പോഴും. പക്ഷെ വളർന്ന് 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 ഏജ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് പോയപ്പോൾ എനിക്കും പ്രായമായെന്നൊരു തോന്നൽ. സോ അതാണ് ഗൈസ്. പിന്നെ ഏറ്റവും വിശേഷപ്പെട്ട മലയാളികളുടെ ഒരു മാസം കൂടിയാണ് ഈ മാസം, കർക്കിടക മാസം. എല്ലാവർക്കും ഒരു രാമായണ മാസത്തേക്ക് ഞാൻ ഹൃദയപൂർവം ഞാൻ പറയുന്നു, ആ ആനന്ദത്തിലേക്ക് കടക്കുവിൻ നിങ്ങൾ. സോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ഇവിടെ വെച്ച് തന്നെ. നാളെ വീണ്ടും എൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെ ഞാൻ ഇട്ടും ഗൈസ്. അത് മസ്റ്റാണ്, മസ്റ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ബൈ ബൈ.